സർ നമസ്കാരം. നമസ്കാരം. നമുക്ക് ഇന്നൊരു സുപ്രീം കോടതി വിധി വന്നിട്ടുണ്ട്. അതായത് ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധം ബലാത്സംഗമായിട്ട് കണക്കാക്കില്ല. അതായത് ആ സ്ത്രീ വിവാഹിതനായിട്ടുള്ള ഒരു പുരുഷന്റെ കൂടെയാണ് താമസിച്ചിരുന്നത്. ലാസ്റ്റ് ആവുമ്പോഴേക്കും പറയാണ് ഇത്രയും നാള് ചെയ്തുകൊണ്ടിരുന്നതെല്ലാം ബലാത്സംഗമാണെന്ന് കരുതി ആ പേരില് കേസ് കൊടുക്കാനുണ്ടായിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാറിന് എന്താണ് ഇങ്ങനത്തെ കേസൊക്കെ കേൾക്കുമ്പോൾ തോന്നാറുള്ളത്? പ്രത്യേകിച്ചൊന്നുമില്ല, അത് ശരി തന്നെയാണ്. സ്വകാര്യ അവരുടെ ഓരോരുത്തരുടെയും സ്വകാര്യതയാണ്. ഈ പറഞ്ഞ പ്രേരിപ്പിക്കാതെ നിർബന്ധിക്കാതെ അല്ലെങ്കിൽ ഉഭയസമ്മതി പ്രകാരമുള്ള ബന്ധങ്ങൾ ഒന്നും തെറ്റായിട്ടുള്ളതല്ല. പക്ഷേ ഇവിടെ അതിൻ്റെ ഒരു വിശാലതയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇത് കുടുംബ ബന്ധങ്ങളിൽ തകരാറുണ്ടാക്കാം, പിതൃബന്ധങ്ങളിൽ തകരാറുകൾ ഉണ്ടാക്കാം. സമൂഹത്തിന് മൊത്തത്തിൽ തന്നെ അത് ഒരു വല്ലാത്ത ജീർണതയായിട്ട് വന്ന് ഭവിക്കും. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. നമുക്കിപ്പോൾ തടുക്കാൻ കഴിയാത്ത ഒരു മുന്നേറ്റമാണ്, ഒരു ലിബറൽ കാലഘട്ടത്തിലേക്കുള്ള ഒരു പ്രവാഹമാണ്. ഇപ്പോൾ അമേരിക്ക, ബ്രിട്ടൻ, യൂറോപ്യൻ രാജ്യങ്ങൾ, പസഫിക് രാഷ്ട്രങ്ങൾ മുഴുവൻ ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ പണ്ട് തന്നെ യാതൊരു കുഴപ്പമില്ലാതെ നടന്നിരുന്നു. സ്കൂളുകളിൽ തൊട്ടേ നമുക്കറിയാവുന്ന പോലെ ഡേറ്റിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ ലിബറൽ സംസ്കാരം എന്ന് പറയുന്ന ക്യാമ്പസുകളിലേക്ക് വരുമ്പോൾ ഇഷ്ടമുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഹോസ്റ്റൽ മുറിയിൽ ഒരുമിച്ച് കഴിയുക ഉള്ള സംഭവങ്ങൾ ഇപ്പോൾ ഇന്ത്യയിലും പുതുമയൊന്നുമില്ല. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, ഞാൻ ട്രെയിനിങ്ങിന് പോയിട്ടുള്ളതാണ്. ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, അവിടുത്തെ ക്യാമ്പസുകളിലും ഇത് സമാനമായിട്ടുള്ള രീതിയിലുള്ള ഡേറ്റിങ്ങിന് പരസ്പര സമ്മതപ്രകാരമുള്ള ബന്ധങ്ങളൊക്കെ ആരും ഒന്നും വലിയ പ്രശ്നങ്ങളായിട്ട് കണക്കാക്കാറ്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, നമ്മുടെ കാര്യവട്ടം ക്യാമ്പസിൻ്റെ കാര്യവട്ടത്ത് പോലും അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ഇത്രയും ഇല്ല എങ്കിലും കേരളത്തിൻ്റെ ഒരു സംസ്കാരമുണ്ടല്ലോ, അതിന് ചില അതിരുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് പോകാത്ത രീതിയിൽ വരുന്നുണ്ട്. പക്ഷേ എങ്കിലും ഞാനിപ്പോൾ ക്ലാസ് എടുക്കാനൊക്കെ പോകുമ്പോൾ കാണുമ്പോൾ പണ്ടത്തേതിനെ കണ്ടിട്ട് വ്യത്യസ്തമായിട്ട് പണ്ട് നമ്മൾ കാണുന്ന ആൺകുട്ടികൾ ഇവിടെ പെൺകുട്ടികൾ ഇവിടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ചേർന്നാണ് ഇരിക്കുന്നത്. ചേർന്നായിട്ട് ഇരിക്കുമ്പോൾ അവർ തമ്മിൽ സ്പർശിക്കുന്നത് പോലും പെൺകുട്ടികൾക്ക് അത് ഉപദ്രവമായിട്ട് തോന്നാറില്ല, സഹപാഠികളിൽ നിന്നുണ്ടാകുന്ന ഒരു ഉപദ്രവമായിട്ട് തോന്നാറില്ല. ആൺകുട്ടികൾ അതൊരു മുതലെടുപ്പായിട്ട് എങ്ങനെയാണ് കരുതുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ പെൺകുട്ടികൾ അതിനൊരു പരാതിയും പറയാത്ത രീതിയിൽ തന്നെയാണ് പരസ്പരം ഈ സ്പർശനം എന്ന് പറയുന്ന പണ്ടൊക്കെ എന്ന് പറയുന്നത് നോക്കുന്നത് പോലും വഴി വെച്ച് സംസാരിക്കുന്നത് പോലും തെറ്റായിട്ട് കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമ്മളെ ലിബറൽ സമൂഹത്തിലേക്കുള്ള ഒരു പരിണാമമാണ്. ഇതൊന്നും നമുക്ക് തടയാൻ കഴിയില്ല. അതിനനുകൂലമായിട്ടുള്ള ഒരു വിധിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ വന്നിട്ട്. ഉഭയസമ്മത പ്രകാരമാണെങ്കിൽ സെക്സ് അനുവദനീയമാണ് എന്ന് വിചാരിച്ച് അത് ലൈസൻഷ്യസ് ആയിട്ടുള്ള ഒരു സമൂഹത്തിലേക്ക് പോകാനുള്ള ലൈസൻസ് ആയി കഴിഞ്ഞാൽ അത് സമൂഹത്തിൽ വല്ല ബന്ധങ്ങളൊക്കെ വഷളാക്കും. ഇപ്പോൾ തന്നെ ഇന്ത്യയിലും പാശ്ചാത്യ രാജ്യങ്ങളിൽ ചായ കുടിക്കുന്നതേ പോലെയുള്ളൂ ലൈംഗിക ബന്ധങ്ങളെന്നാണ് പറയാറുള്ളത്. അവിടെ സ്കൂളുകളിലൊക്കെ ചെന്നാൽ പെൺകുട്ടികൾക്ക് ഒരു നിമിഷം അവർക്കൊരു മൂഡ് തോന്നിക്കഴിഞ്ഞാൽ ആൺകുട്ടികളെ ക്ഷണിച്ചു കൊണ്ടുപോകും. ആ പെൺകുട്ടികൾക്കാണ് ഇവിടെ പ്രാധാന്യം. അതുപോലെ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ധാരാളമായിട്ടുള്ള സമ്മാനങ്ങൾ, അവൾക്ക് വേണ്ട ആഹാരം, വസ്ത്രം, ഇതെല്ലാം അവൾക്ക് 5 പൈസ മുടക്കേണ്ട കാര്യമില്ല. വിദ്യാഭ്യാസമായാലും ഏത് ക്യാമ്പസുകളിലായാലും എല്ലാ ചിലവുകളും ആൺകുട്ടികൾ തന്നെ നോക്കിക്കൊള്ളും. കല്യാണം കഴിക്കണമെന്നൊന്നും നിർബന്ധമില്ല. സിനിമയ്ക്ക് ഒരുമിച്ച് പോകും. ഇതൊക്കെ ആരോഗ്യകരമായ ബന്ധങ്ങൾ തന്നെയാണ്. പക്ഷേ ഒരു പരിധി വിട്ടു പോകുമ്പോൾ ഈ സമൂഹത്തിൻ്റെ ഒരു കെട്ടുറപ്പിനെ കുടുംബം എന്ന് പറയുന്നത് അവിടെ ഇല്ല. പക്ഷേ ഭാരതത്തിൽ എന്ന് പറയുന്നത് കുടുംബ ബന്ധങ്ങൾ എന്ന് പറയുന്നത് വളരെ മഹത്തരമായിട്ട് കണക്കാക്കപ്പെടുന്നു. കിഴക്കിൻ്റെ പാത്രിയാർക്കീസ് ഒരിക്കൽ കോട്ടയത്ത് വന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് ഭാരതത്തിലെ കുടുംബം എന്ന് പറയുന്നത് ലോകത്തിനാകെ മാതൃകയാണ്. ആ മാതൃകകളൊക്കെ തകരും, വിവാഹ ബന്ധങ്ങൾ തകരും, ഭാര്യാഭർത്തൃ ബന്ധം തകരും. അതിനപ്പുറമുള്ള കോഹാബിറ്റേഷനും അങ്ങനെയുള്ള സംഭവങ്ങളുമായിട്ട് അത് മാറുമ്പോൾ നമ്മളുടെ കുട്ടികൾ നമ്മളെ സ്നേഹിക്കുമോ? ആ ബന്ധമാണ് നമ്മുടെ കുട്ടികൾ നമ്മളെ സ്നേഹിക്കുമ്പോഴാണ് നമ്മൾ സ്വർഗത്തിലെത്തുന്നത്. ഇതെല്ലാം മാറിക്കഴിയുമ്പോൾ ഒരു നരകത്തിലേക്ക് നമ്മൾ പതിക്കുമോ? ഏതാണ് ശരിയെന്നൊന്നും പറയാൻ വഴിയില്ല നമുക്ക്. പക്ഷേ ശരി തെറ്റെന്നുള്ളതിനപ്പുറത്തേക്ക് ഇവിടെ പറയുന്നത് ഈ നിയമത്തിന് നമ്മളിപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇത് കോമൺ ആയതുകൊണ്ട് അവർക്കത് നമ്മളോട് വേണ്ടാന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യാനായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉണ്ടാവുന്നത്. സ്മോക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞ ഒരിക്കലെങ്കിലും സ്മോക്ക് ചെയ്ത് നോക്കാമെന്ന്. അങ്ങനെയെല്ലാം വേണ്ടാന്ന് അവിടെ അത് കോമൺ ആയതുകൊണ്ട് അവർക്ക് കുഴപ്പമില്ല അത്. പക്ഷെ ഇവിടെ അതിനെ തെറ്റായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ ഈ ഒളിഞ്ഞും മറഞ്ഞും ചെയ്യുന്നു. പിന്നെ കുറെ നാൾ ഇതിനെ മിസ്യൂസ് ചെയ്യണല്ലേ ശരിക്കും ചെയ്യുന്നത്. ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ വന്നു, ഓക്കെ, പക്ഷെ ആ അഫെയറിൽ രണ്ടുപേരും ഉഭയസമ്മത പ്രകാരം പോയിട്ട് കുറെ നാൾ കഴിയുമ്പോൾ
അയാളിൽ നിന്ന് എന്തോ ഒന്ന് നമ്മൾ വിചാരിച്ചത് കിട്ടിയില്ല. അത് പണമാവാം, വേറെ എന്തെങ്കിലും ആവാം. അത് കിട്ടാണ്ട് വരുമ്പോൾ മാത്രം അത് ബലാത്സംഗമായിട്ട് മാറും, പീഡനമായിട്ട് മാറും. അത് ഈ നിയമത്തിന്റെ മിസ്യൂസിങ് തന്നെയല്ലേ വരുന്നത്? നിയമത്തിന്റെ മിസ്യൂസ് ധാരാളമായിട്ട് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായിട്ട് ശരിയാണ്. പക്ഷെ നമ്മൾ ചോദിക്കുന്ന ചോദ്യം ധാർമ്മികമായിട്ട് ശരിയാണോ എന്നുള്ളതാണ്. ഈ ധാർമ്മികത ആ പെണ്ണിനും വേണ്ടേ? അപ്പോ ഓൾറെഡി അയാൾക്ക് ഒരു ഭാര്യയുണ്ട്, അല്ലെങ്കിൽ ഈ സ്ത്രീക്ക് ഒരു ഭർത്താവുണ്ട്. അത് അറിഞ്ഞുകൊണ്ട് തന്നെ രണ്ടുപേര് തമ്മിൽ ഒരു ബന്ധത്തിൽ ഏർപ്പെടുന്നു. അതിൽ വേറെ ആരെയും കുറ്റം പറയാനില്ല. അതൊക്കെ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റാണ്. അങ്ങനെ ആ ബന്ധത്തിന് തെറ്റ് പറയുന്നില്ല. പക്ഷെ അങ്ങനെ അവർ പോയിട്ട് കുറേ നാൾ കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു കശപിശ വരുമ്പോൾ ഈ സ്ത്രീ പുരുഷനെതിരെ ഒരു പരാതി കൊടുക്കുന്നു, എന്നെ ഇത്രയും നാള് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതലും സ്ത്രീകളാണ് പുരുഷനെതിരെ. അതായത് സ്ത്രീകൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പുരുഷനെ പിടിച്ച് അകത്തിടും എന്നുള്ളൊരു സ്ത്രീകൾക്ക് അനുകൂലമാണ് നമ്മുടെ. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ നിങ്ങൾ പറഞ്ഞു വരുന്ന പ്രശ്നങ്ങൾ വളരെ സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ഈ പുരുഷൻ എന്ന് പറയുന്നത് ഒരു സ്ത്രീ നോക്കി ചിരിച്ചു കഴിഞ്ഞാൽ, ഒന്ന് പുഞ്ചിരിച്ചു കഴിഞ്ഞാൽ, ഓ എന്നോട് അനുരാഗമായി, പ്രേമമായി എന്നൊക്കെ ഒരു തോന്നല. പുരുഷൻ്റെ ഈ പ്രേമം എന്ന് പറയുന്നത് മിക്കവാറും ഒട്ടൊക്കെ തന്നെ ശാരീരിക സുഖങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ളത്. അതേപോലെ സ്ത്രീകളുടേത് അങ്ങനെ ആയിരിക്കണമെന്നില്ല. സ്ത്രീകൾക്ക് വൈകാരിക സംതൃപ്തി എന്ന് പറയുന്ന പ്രധാനമല്ലെന്നല്ല പറയുന്നത്. പക്ഷെ പലപ്പോഴും അവർക്ക് ഒരു രക്ഷ എന്നുള്ളതാണ് അവർ കാണുന്നത്, സംരക്ഷണം, പ്രൊട്ടക്ഷൻ, കെയറിങ്. കാരണം സ്ത്രീ പൊതുവെ നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ചും വളരെ ദുർബലയാണ്. അപ്പോൾ ആ പുരുഷനിൽ നിന്ന് എനിക്കൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുക. ആ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിന് അപ്പോൾ അയാൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അയാളെ സ്നേഹിച്ചു തുടങ്ങും സ്ത്രീ. അയാൾ ആവശ്യപ്പെടുന്നതിൻ്റെ പേരിൽ, അല്ല സ്ത്രീകൾക്കൊരു വികാര തള്ളലുണ്ടായിട്ട് അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ വളരെ കുറവാണ്. വളരെ അബ്നോർമലായിട്ടുള്ള സ്ത്രീകളിലെ അത് കാണാറുള്ളൂ. അല്ലാത്ത സ്ഥിതിക്ക് ഇത് മൊത്തത്തിൽ അയാളോടുള്ള സ്നേഹത്തിനൊരു പ്രതിഫലം എന്നുള്ളതല്ല. പുരുഷനെ സംബന്ധിച്ചിടത്തോളം ശരീരമാണ് അവന് ഏറ്റവും പ്രധാനം. അവിടെയാണ് കുഴപ്പം. ഈ ശരീരത്തിൻ്റെ ഈ ഒരു പ്രായം കഴിയുമ്പോൾ ശരീരത്തിൻ്റെ ആ മസൃണതയും അതിൻ്റെ ആ മൃദുലതയും ഒക്കെ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഇല്ലാതായി പോകുന്ന ഒന്നാണ് പുരുഷന് പലപ്പോഴും സ്നേഹം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ അവിഹിത ബന്ധങ്ങളിലേക്ക് പലപ്പോഴും ഒരു കാലഘട്ടം കഴിയുമ്പോഴും പുരുഷനിലെ ആ വികാരം ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും. സ്ത്രീകളുടെ അങ്ങനെയല്ല. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അവരുടെ ഈ ശാസ്ത്രീയമായിട്ട് പറഞ്ഞ ഈസ്ട്രജൻ്റെ ലെവൽ കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവരിൽ ഈ കാര്യങ്ങളിലൊക്കെ ഒരു വിരക്തിയാണ് ഉണ്ടാവുന്നത്. പുരുഷനതില്ല. അത് വീണ്ടും വീണ്ടും തുടരും. പ്രകൃതിയുടെ ഒരു ശക്തിയാണ്. ഉൽപാദനത്തിന്, വംശത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും വർധനവിന് വേണ്ടിയിട്ടുള്ള പ്രകൃതിയുടെ ഒരു രീതിയാണ്. തന്നെയല്ല, ക്രോമോസോമിൽ തന്നെ സ്ത്രീയും പുരുഷനിലൊരു വ്യത്യാസമുണ്ട്. ഒരു എക്സിൻ്റെ വ്യത്യാസം. സ്ത്രീക്ക് 2 എക്സ് ക്രോമോസോമുകളാണ്, പുരുഷൻ 1 എക്സ് ക്രോമോസോമേ ഉള്ളൂ. അതിൻ്റെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം വളരെ കൂടുതലുമാണ്. ആരോഗ്യം എന്ന് പറഞ്ഞാൽ രോഗമില്ലാത്ത അവസ്ഥ വളരെ കൂടുതലാണ്. പുരുഷൻ പെട്ടെന്ന് രോഗത്തിന് വിധേയനാവുന്നതിൻ്റെ ഒരു കാര്യം ഈ ഒരു എക്സ് ക്രോമോസോമിൻ്റെ കുറവാണെന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ വ്യത്യാസമുണ്ട് അവർ തമ്മിൽ. അപ്പോൾ ശാരീരികമായും മാനസികമായിട്ടും എല്ലാം വ്യത്യാസമുള്ള 2 സബ്ജക്റ്റുകളാണ് ഈ സ്ത്രീ പുരുഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ്റെ സൗന്ദര്യം കണ്ടിട്ടൊന്നും പെട്ടെന്ന് ഇളകി വശാകുന്നവരല്ല. അവർ ഈ സ്നേഹം എന്ന് പറയുന്ന കെയറിങ്, നല്ല പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, എനിക്ക് നല്ല സംരക്ഷണം തരുന്നു ജീവിതത്തിൽ. അതാണ്, അതിൽ നിന്നുണ്ടാകുന്ന ഒരു ബഹുമാനമാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം പലപ്പോഴും സ്ത്രീകളുടെ സ്നേഹം. പുരുഷനത് മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഞാൻ നല്ല വളവളപ്പുള്ള ഡ്രസ്സും ഇട്ടുകൊണ്ട് ഞാനൊരു ഹീറോ ആയിട്ട് ഷൈൻ ചെയ്യുമ്പോൾ എന്നോട് സ്നേഹം തോന്നുന്നു, അല്ലെങ്കിൽ ഞാനൊരു ഹീറോ ആയി കഴിയുമ്പോൾ സ്നേഹം തോന്നുന്നു. അങ്ങനെയൊന്നും അല്ല. പലപ്പോഴും അവർക്ക് കിട്ടുന്ന ഒരു പ്രൊട്ടക്ഷനിലാണ് സ്ത്രീകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, പുരുഷൻ ഇങ്ങനെ പുരുഷ ബന്ധത്തിന് പോയി കഴിയുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവളുടെ ജീവിതം തകരുകയാണ്. നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ തന്നെയാണ് കാണുന്നത്. സ്ത്രീകൾ അങ്ങനെ പോകാറില്ല. സ്ത്രീകൾ സാധാരണഗതിയിൽ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ പോകാറില്ല. ബന്ധം എന്ന് പറയുന്നത് ചിലപ്പോൾ നിർബന്ധത്തിന് വഴങ്ങിയിട്ടായിരിക്കും ഈ ബന്ധത്തിലേക്ക് പോകുന്നത്. ആ കുടുംബം അങ്ങ് തകരുകയാണ്. പുരുഷൻ ഇങ്ങനെ ചെയ്തല്ലോ, തന്നെ വഞ്ചിച്ചല്ലോ എന്നൊരു തോന്നലാണ് ഉണ്ടാകും. എന്നാൽ ഇങ്ങനെ ചെയ്യുന്ന പുരുഷന്മാർക്ക് സമൂഹത്തിൽ എന്തെങ്കിലും ഇടിവ് സംഭവിക്കുന്നുണ്ടോ? വിലയ്ക്ക് അവന്മാർ മിടുക്കന്മാരായിട്ട് കഴിയുന്നു, അവർക്കൊരു കുറ്റമില്ല. അതേപോലെ സ്ത്രീയാണ് അങ്ങനെ പോയതെങ്കിൽ അവൾ വൃത്തികെട്ടവളാണെന്ന് സമൂഹം വിലയിരുത്തുന്നു. ആ മൂല്യങ്ങളാണ് ഇപ്പോഴും ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നത്. മൂല്യങ്ങൾ, നിയമമല്ല ഞാൻ പറഞ്ഞു, മൂല്യങ്ങൾ വർക്ക് ചെയ്യുന്നു. അപ്പോൾ കോടതി പറയുന്നത് നടപ്പാക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അതിൻ്റെ ദോഷം വരുന്നത് അനുഭവിക്കുന്നു സ്ത്രീകൾ. പുരുഷന്മാർ അത് നിയമപരമായിട്ടും ശരിയാ, അവന് ശാരീരികമായിട്ടും ശരിയാ, വൈകാരികമായിട്ടും ശരിയാ, അവന് ഒരു കുഴപ്പവും സംഭവിക്കാതിരിക്കും.
അപ്പോൾ അങ്ങനെ ഈ രണ്ട് സബ്ജക്റ്റുകൾ തമ്മിലുള്ള ഒരു വ്യത്യാസം ഈ കാര്യത്തിൽ അതിൻ്റെ ഇമ്പാക്റ്റ് രണ്ട് തരത്തിലാണ് പുരുഷനെയും സ്ത്രീയെയും ബാധിക്കുക എന്നുള്ളതാണ് അതിൻ്റെ വലിയ പ്രധാനം. അതിൻ്റെ ഇര അപ്പോഴും നിയമപരമായി ശരിയാണെങ്കിലും ഇര എപ്പോഴും സ്ത്രീ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവൾ സുഖത്തിന് വേണ്ടിയല്ല ഈ ബന്ധത്തിലേർപ്പെടുന്നത്. അതാണ് എൻ്റെ എസൻസ്. പുരുഷൻ സുഖത്തിന് വേണ്ടി തന്നെയാണ് ഈ ബന്ധത്തിൽ ഏർപ്പെടുന്നത്. ഒരു പക്ഷേ അതും ഈ വംശവർദ്ധനവിൻ്റെ ഒരു ഭാഗം. കാരണം അത് ആ ഒരു ത്വര പുരുഷനിലില്ലെങ്കിൽ കുട്ടികളുണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായിട്ടൊരു കാര്യമായിരിക്കും. വംശവർദ്ധന ജനസംഖ്യ ഇതുപോലൊന്നും ഉണ്ടാവില്ല. അതും ഒരു പ്രകൃതി അതിനു വേണ്ടിയിട്ട് ചെയ്തു വെച്ചിരിക്കുന്നൊരു കാര്യമാണ്. കാരണം ഇതിൽ ലക്ഷക്കണക്കിന് പ്രജകളുണ്ടായാൽ ഇപ്പോൾ കൊതുകുകളുടെ കാര്യത്തിലായാലും എലികളുടെ കാര്യത്തിലായാലും കുറേ എണ്ണം മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ, നിലനിൽക്കുകയുള്ളൂ. നിലനിൽപ്പ്, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്നത് അത് എന്ന് പറയുന്ന പ്രകൃതിയുടെ കലാകാലങ്ങളായി തുടരുന്ന ഒരു നിയമമാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പിന്നെ ജൈവപരമായി ചിന്തിക്കുമ്പോൾ ഇതല്ല. അപ്പോൾ ഇത് ജൈവപരമായ കാര്യങ്ങളുണ്ട്, ധാർമ്മികമായ കാര്യങ്ങളുണ്ട്, ശാരീരികമായ കാര്യങ്ങളുണ്ട്, വൈകാരികമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഫിസിയോളജിക്കലായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അനാട്ടമിക്കലായിട്ടുള്ള കാര്യങ്ങൾ, ഒരുപാട് ഫാക്ടേഴ്സ് ചേർന്നിട്ടുള്ള വളരെ സങ്കീർണമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ആ നിയമം എന്ന് പറയുന്നത് ശരി തന്നെയാണ്. പക്ഷേ നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ജീവിതത്തെ തകർക്കുന്ന ഒന്നിലേക്കും ഒരു പുരുഷനും ഒരു സ്ത്രീയും തൽക്കാലം ഈ കുടുംബത്തെ തകർക്കുന്ന ഒന്നിലേക്കും പോകാനുള്ള ഒരവസരം നമ്മുടെ സമൂഹത്തിലാകിയിട്ടില്ല. കാരണം അങ്ങനെ തകർന്നു കഴിഞ്ഞാൽ അവരുടെ ജീവിതം തന്നെ തകരുന്ന ഒരു സ്ഥിതിയാണ്. അതിനെ നേരിട്ട് കൊണ്ട് ജീവിക്കാനുള്ള ഒരു ഇക്കോസിസ്റ്റം നമ്മുടെ രാജ്യത്ത് ഇവോൾവ് ചെയ്തിട്ടില്ല. സാർ അതുപോലെ അപ്പോൾ വേറൊരു സംശയം എന്താ വെച്ചാൽ നമ്മുടെ സോഷ്യൽ മീഡിയ വഴിയും എല്ലാ തരത്തിലുള്ള മീഡിയകൾ വഴിയും നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അതായത് ഇല്ലീഗൽ റിലേഷൻസിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. ഒരല്പം ശ്രദ്ധ, പുരുഷന്മാരുടെ ഇതായിട്ട് പറയുന്നതല്ല, പക്ഷെ ഒരല്പം ശ്രദ്ധ, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും സ്ത്രീകൾക്ക് ഈ ഒരു കാര്യത്തിൽ കിട്ടേണ്ടതല്ലേ. അതായത് ഇങ്ങനെ പോകുന്ന പലർക്കും കുടുംബ ബന്ധങ്ങളിലും അല്ലാതെയും കൊലപാതകങ്ങൾ അടക്കം നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അറിഞ്ഞു വെച്ചിട്ടും പിന്നെയും ഒരു താല്പര്യത്തിന്റെ പുറത്ത് പോകുമ്പോൾ തനിക്കും വരാൻ പോകുന്നത് ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം എന്നുള്ളൊരു സ്വാഭാവിക ബോധം വരേണ്ടതല്ലേ? അല്ല, പ്രകൃതി തന്നെ അതിന് ഒരു പ്രതിരോധവും കണ്ടെത്തിയിട്ടുണ്ട്. പ്രകൃതി തന്നെ ഓരോന്നിനും ഉത്തരങ്ങളും തരുന്നുണ്ട്. അങ്ങനെ തുടങ്ങിയതാണ്, നേരത്തെ ഒന്നും ഇല്ലായിരുന്നത്. അതുകൊണ്ട് നേരത്തെ ഉള്ള വെനീറൽ ഡിസീസസ് എന്ന് പറയുന്നത്, അതായത് ലൈംഗിക രോഗങ്ങൾ എന്ന് പറയുന്നത് ഗൊണേറിയ, ഉഷ്ണപ്പുണ്ണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. എയ്ഡ്സ് എന്ന് പറയുന്ന രോഗ അവസ്ഥ ഇതിപ്പോൾ ഉണ്ടാകുന്നു. കാരണം ഈ ലൈംഗികമായിട്ടുള്ള അരാജകത്വം ഉണ്ടായതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒന്നാണത്. അങ്ങനെ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകും, അവൻ്റെ ജന്മത്തവൻ രക്ഷപ്പെടത്തില്ല. അതുപോലത്തെ ഒരു അവസ്ഥയിലേക്കാണ് പിന്നെ പോകുന്നത്. മറ്റുള്ളവരും ഇവൻ ബന്ധത്തിലെടുപ്പോൾ ആ എയ്ഡ്സ് വീണ്ടും വീണ്ടും പകരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഒരു പ്രതിരോധം. ഇപ്പോൾ ഭയന്നിട്ട് അതിൽ നിന്ന് പലരും പിന്മാറുന്നുണ്ട്. അല്ലെങ്കിൽ മതിയായിട്ടുള്ള കവചങ്ങളില്ലാതെ ആരും ഈ ബന്ധങ്ങളിൽ ഇപ്പോൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഭാവി ജീവിതം തന്നെ പോക്കാണ്. അതുപോലെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചു കാണും. ജനസംഖ്യ അമിതമായിട്ട് വർദ്ധിച്ചു, പ്രകൃതി തന്നെ അപ്പോൾ അതിനൊരു പ്രതിരോധം കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ അറിയായിരിക്കും അതിനെപ്പറ്റി. എന്ത് പ്രതിരോധമാണ് കണ്ടെത്തിയിരിക്കുന്നത്? അമിതമായിട്ട് ജനസംഖ്യ വർദ്ധിക്കാതിരിക്കാൻ പ്രകൃതി തന്നെ ഇപ്പോൾ അതിനൊരു പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട്. എന്താണത്? കോവിഡും കാര്യങ്ങളൊക്കെ വന്നതാണോ? അല്ലല്ല, നമ്മുടെ ഗർഭാശയത്തിൽ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളറിയാം, ഫൈബ്രോയിഡ് എന്ന് പറയുന്ന അവസ്ഥ. ആ അവസ്ഥയിൽ ഒരിക്കലും കുട്ടികളുണ്ടാവില്ല. പണ്ടത്തെ കാലത്തൊക്കെ പറയും ഈ ഫൈബ്രോയിഡ് അവസ്ഥ വളരെ അപൂർവമായിട്ടേ ഉണ്ടാകുന്നുള്ളൂ. ഇപ്പോൾ നോക്കൂ, ഇപ്പം പ്രത്യേകിച്ചും IT ഫീൽഡിലൊക്കെ പോകുന്ന ദമ്പതികളിൽ കാണുന്ന ഒരു പ്രതിഭാസം, കുട്ടികളുണ്ടാകുന്നതില്ല. അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് ഫൈബ്രോയിഡ് വന്ന് മൂടിയിരിക്കുകയാണ്. പണ്ടൊക്കെ നമ്മൾ പറയായിരുന്നു ഗന്ധർവൻ അവിടെ ഇരുന്നു കൊണ്ട് തടയുകയാണ് കുട്ടികളെ ഉണ്ടാകുന്നത് എന്ന് പറയുന്നത്. ഇപ്പം ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുണ്ട്. അത് വളരെ അപൂർവമായിട്ടേ ഉണ്ടാകും. ഇപ്പം സാർവത്രികമാണ്. ഈ കുട്ടികളില്ലാത്ത പ്രശ്നം അല്ലെങ്കിൽ അനവധ്യത, ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരുടെ എണ്ണം വളരെ കൂടി വരികയാണ്, വളരെ വർദ്ധിച്ചു വരികയാണ്. ഫെർട്ടിലിറ്റി റേറ്റ് വളരെയധികം കുറയുകയാണ്. പരിഹാരങ്ങൾ കോടിക്കണക്കിന് രൂപ കൊടുത്ത് ചെയ്യേണ്ടി വരികയാണ്. സഫ്രഗേറ്റ് മദർ എന്ന് പറയുന്ന സിസ്റ്റം അറിയാമല്ലോ. ഒരമ്മയെ കണ്ടെത്തിയിട്ട് ആ അമ്മയിൽ
ബീജം പ്രവേശിപ്പിച്ചിട്ട് അവരെ ഗർഭിണിയാക്കി ആ കുഞ്ഞിനെ തരിക. ഇതെല്ലാം വൈകാരിക, നമ്മൾ നിയമപരമായിട്ട് ശരിയായിരിക്കാം, പക്ഷെ എന്തെല്ലാം വൈകാരിക പ്രശ്നങ്ങൾ അതിലുണ്ടാകുന്നത്, ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ ജീവിച്ചു വന്ന പഴയ മൂല്യങ്ങൾക്കനുസരിച്ചുള്ള ജീവിതത്തിൽ അങ്ങ് പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിന് സമാധാനം കിട്ടും, കുടുംബത്തിന് സമാധാനം കിട്ടും, സമൂഹത്തിന് സമാധാനം കിട്ടും. അതുതന്നെയാണ് നല്ലത്. നിയമപരമായിട്ട് ഇങ്ങനെ പുതിയ വഴികളും ലിബറൽ സമൂഹത്തിൻ്റെ ഒരു എക്കോസിസ്റ്റത്തിലേക്കുള്ള നിയമങ്ങൾ വരും. ആ രീതിയിൽ നിയമങ്ങൾ വ്യാഖ്യാനിക്കപ്പെടും. എങ്കിലും നമ്മൾ മനസ്സിന് സമാധാനവും സ്വസ്ഥതയും കിട്ടാൻ നേരിൻ്റെ മാർഗത്തിൽ കൂടി, സ്നേഹത്തിൻ്റെ പാതയിൽ കൂടി അങ്ങനെ തന്നെ പോകുന്നതായിരിക്കും നല്ലത്. സ്വന്തം ഭാര്യയെ വഞ്ചിക്കുന്ന ഒരാൾക്ക് മനസ്സമാധാനം കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? മനസ്സിനെ എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കും മനസാക്ഷിയുടെ കോടതി. അതുപോലെ തന്നെ സ്വന്തം ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യയ്ക്ക് സമാധാനം കിട്ടണമെങ്കിൽ സ്ലീപ്പിംഗ് പിൽസ് വേണ്ടി വരും, മദ്യം വേണ്ടി വരും, മയക്കുമരുന്ന് വേണ്ടി വരും. അന്ന കരീനയുടെ കഥ തന്നെ വായിച്ച് നോക്കൂ. ടോൾസ്റ്റോയ് എത്ര മനോഹരമായിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. സ്നേഹത്തിൻ്റെ പേരിലായിരുന്നു, പാവപ്പെട്ട പെൺകുട്ടിയായിരുന്നു. പക്ഷേ എത്ര മാസം അസ്വസ്ഥതകളിലൂടെ അവസാനം സ്വന്തം മരണത്തിലേക്ക് തന്നെ കടന്നു പോകുന്നു. അവസാനത്തെ ആ ട്രെയിൻ യാത്ര തന്നെ അവരുടെ ആ ജീവിതത്തിൻ്റെ തകർച്ചയുടെ ചക്രങ്ങളാണിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ആലേഖനമുണ്ട്. അപ്പോൾ അങ്ങനെയാണത് അപ്പോൾ ഉരുത്തിരിയുന്നത്. അപ്പോൾ നിയമപരമായിട്ട് ശരിയാവുന്ന എല്ലാം അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഉമിത്തിയിൽ കിടന്ന് നീറുകയായിരിക്കും ഫലം എന്നുള്ളതാണ്. അത് സാധു എന്നാൽ പിന്നെ അങ്ങനെയാകാം എന്ന് യുവതലമുറ പലപ്പോഴും തീരുമാനിക്കുന്നുണ്ട്. പക്ഷേ ട്രാജഡി ദുരന്തമായിരിക്കും അതിൻ്റെയൊക്കെ അന്ത്യം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എന്ന് വിചാരിച്ച ഒരു സ്ത്രീ, എനിക്ക് ഇതിൽ ശക്തമായിട്ട് ഒരു സ്ത്രീയെ ഒരു പുരുഷൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് സ്ത്രീ വിഷമിച്ചിരിക്കേണ്ട കാര്യമേ ഇല്ല. കാരണം മനസ്സുകൊണ്ട് ആ സ്ത്രീ എപ്പോഴും ശുദ്ധയാണ്. അങ്ങനെ പീഡിപ്പിച്ച ആളാണ് കുറ്റബോധമുള്ളവനാവേണ്ടത്. പിഴ എന്ന് പറയുന്നത് അവനെയാണ്, സ്ത്രീയെയല്ല പിഴ എന്ന് പറയുന്നത്. എപ്പോഴും സ്ത്രീയെ മാത്രമാണ് പറയുന്നത്. പിഴച്ചവൾ എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ല, പിഴച്ചവൻ എന്ന് ഉപയോഗിക്കാൻ പാടില്ല. ഒരു സ്ത്രീ ഇപ്പൊ 2 കുട്ടികളുടെ അമ്മ ഒളിച്ചോടി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് പത്രത്തിൽ വാർത്ത കാണാം നമുക്ക്. 2 മക്കളുടെ അമ്മയായ യുവതി മറ്റു കാമുകന്റെ കൂടെ ഒളിച്ചോടി പോയി. ഈ കാമുകനും അതുപോലെ തന്നെ മക്കളുണ്ടാവും. ഈ ഹെഡിങ് എന്താ മാറ്റിയിട്ട് 2 മക്കളുടെ അച്ഛൻ യുവതിയുടെ കൂടെ ഒളിച്ചോടി പോയി. നമ്മുടെ സിനിമയിൽ തന്നെ ഇവിടെ ബലാത്സംഗം ചെയ്ത ആളുകൾ മഹാമാന്യന്മാരും അത് സമൂഹത്തിൽ വലിയ മാന്യന്മാരായിട്ട് 17കാരിയെ പീഡിപ്പിച്ചു, 18കാരിയെ പീഡിപ്പിച്ചു, ആൾക്കാർക്കെതിരെ സോഷ്യൽ പകരം അവരുടെ ഹെഡിങ് വരണം. ഇന്നയാള് പീഡിപ്പിച്ചു, അത് വരണം അവിടെ. ഇത് തന്നെയാണ് ഇവിടെ പ്രശ്നം. പിന്നെ കണ്ടുവരുന്ന ഒരു സംഭവമുണ്ട്. ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് ഈ 40s അടുക്കുമ്പോ മിക്കവാറും ഇങ്ങനത്തെ കേസുകളിലേക്ക് പെടുന്നത് 40s പോകുമ്പോഴാണ്. അപ്പൊ 40കളിലെ പ്രണയം, 50കളിലെ പ്രണയം, അതിനെ അങ്ങ് ഗ്ലോറിഫൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേ അറ്റം ഗ്ലോറിഫൈ ചെയ്യാണ്. എന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഇതൊക്കെ പറയുന്ന എല്ലാവർക്കും എവിടെയെങ്കിലും ഒക്കെ ഒരു ഇല്ലീഗൽ റിലേഷൻ ഒക്കെ ഉണ്ടാവും. അതിനെ ന്യായീകരിക്കാണ്. അപ്പൊ എല്ലാവരും 40കളിലെ പ്രണയമൊക്കെ സംഭവം അല്ലേ, ഇപ്പോഴും അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോവാണ്. അതായത് ഏറ്റവും വിദ്യാഭ്യാസം ഉള്ളവരും ഏറ്റവും വായിക്കുന്നവരും എല്ലാം അറിയുന്നവരും ഒക്കെ തന്നെ ഇതിലേക്ക് വീണ് പോവാണ്. ഇതിന് നമ്മൾ ഇതിനൊരു മറുവശം കൂടിയുണ്ട്, നമ്മൾ അത് ചിന്തിച്ചിട്ടില്ല. കാരണം കേരളത്തെ പറ്റി പറയുന്നത്, മൊത്തത്തിൽ ഇന്ത്യയെക്കുറിച്ച് പറയുന്നത് സെക്ഷലി സ്റ്റാർഡ് എന്നാണ്. ഇപ്പോൾ വിദേശത്ത് ഒരാളിനെ ഉമ്മ കൊടുക്കണമെന്ന് തോന്നി, 2 പേരും കൂടെ ഉപസമ്മതപ്രകാരമാണ് ഉമ്മ അപ്പം തന്നെ കൊടുക്കാം. ഡേറ്റിങ്ങിന് പോകണം, സിനിമയ്ക്ക് പോകണം, ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അമേരിക്കയിലും ഒക്കെ അതിന് ഓരോ പരിധികളുമില്ല. അതിന് വഴി വെച്ച് വേണമെങ്കിൽ ഉമ്മ കൊടുക്കാം, സിനിമാ കൊട്ടകയിൽ പോകാം, ആഹാരം വാങ്ങിച്ചു കൊടുക്കാം, ഡേറ്റിങ്ങിന് ഒരു രാത്രി ഒരുമിച്ച് കഴിക്കാം. അതിനൊന്നും ഒരു പ്രശ്നമില്ല. ആരെങ്കിലും പരാതി കൊടുത്തു കഴിഞ്ഞാൽ തീർന്നു. പലപ്പോഴും അവിടെ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ബലാത്സംഗ കേസ് വരുന്നത് ഇങ്ങനെ പരസ്പരം ഉഭയസമ്മതപ്രകാരം ബന്ധത്തിൽ ഏർപ്പെടുന്നത്, പിന്നെ പരാതിയും കൊടുക്കും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒന്ന് ഇപ്പോഴും പെൺകുട്ടികളുണ്ട് മിണ്ടുന്നത് പോലും തെറ്റ്, വഴിയിൽ നിന്നും സംസാരിക്കുന്നത് തെറ്റ്. ഇങ്ങനെയൊക്കെയുള്ള കർക്കശമായിട്ടുള്ള മൂല്യങ്ങളിൽ വരുന്ന കുട്ടികൾ ഇവിടെ തന്നെ ഉണ്ട്. ഇനി പിന്നൊരു വിഷയമുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുരുഷൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവൻ്റെ ലൈംഗിക തൃഷ്ണ എന്ന് പറയുന്നത് ഒടുങ്ങാത്ത ഒരു ജ്വാലയാണ്. ഈ പറഞ്ഞ 80കൾ കഴിഞ്ഞാലും ഒരു പക്ഷേ അവനിൽ തന്നെ തങ്ങി നിൽക്കുന്ന ഒരു വികാരമാണ്. ഈ പറഞ്ഞ പോലെ ബീജങ്ങളുടെ ഉൽപ്പാദനം ശരീരത്തിൽ അപ്പോഴും നടന്നുകൊണ്ടിരിക്കും. വംശവർദ്ധന വേണ്ടിയിട്ടുള്ള സംവിധാനം. അപ്പോൾ ഇതിന് ചില വെന്റിലേറ്ററുകൾ വേണ്ടി വരും. ഈ 80 വയസ്സ് വരെ ഇങ്ങനെ വിറയിലായിരിക്കുന്ന പുരുഷന് ഭാര്യ ഒരു പ്രസവം കഴിയുന്നതോടുകൂടി അവരുടെ എല്ലാവിധ തൃഷ്ണകളും ശമിച്ചു. പിന്നെ കുഞ്ഞിൽ മാത്രമാണ് ഫോക്കസും
അങ്ങനെയാണ് സംഭവിക്കുന്നത് കേരളം. ഒരു പ്രസവം കഴിയുന്നതോടുകൂടി തൃഷ്ണകളെല്ലാം ശമിക്കുക ഇല്ല. അപ്പോൾ പിന്നെ ഈ 40 വർഷങ്ങളിലെ തൃഷ്ണ എന്നും അതും ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ മൂല്യങ്ങളെന്ന് പറഞ്ഞിട്ടില്ല. ആ തൃഷ്ണ ശമിപ്പിക്കാൻ അവൻ സെക്ഷലി സ്റ്റാർവ്ഡാണ്. അപ്പോൾ പന്നീവ്രതക്കാരനായിട്ട് കഴിയുന്ന ആൾക്കാർ അവൻ സെക്ഷലി സ്റ്റാർവ്ഡാണ്. അങ്ങനെയാണ് ഈ പരബന്ധങ്ങളിലേക്ക് പോകുന്നത്. അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ ഇസ്ലാമിൽ ബഹുഭാര്യത്വം അനുവദിച്ചിട്ടുള്ളത്. പക്ഷേ അത് വലിയൊരു 80 വയസ്സുള്ള ആൾ 18 വയസ്സുള്ള ആളിനെയൊക്കെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ കൊച്ചുമകളാവും പ്രായമുള്ള കഴിയുമ്പോൾ നമ്മുടെ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് നമുക്ക് സമൂഹത്തിന് അംഗീകരിക്കാനോ സ്വന്തം മനസ്സുകൊണ്ട് മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനെ അംഗീകരിക്കാനോ കഴിയുന്ന കാര്യങ്ങൾ അല്ല എന്നുള്ളതാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ സ്ത്രീകൾ പണ്ടൊക്കെ നന്നായിട്ട് വ്യായാമം ചെയ്യുന്നു. നെല്ലെന്ന് പറയുന്നത് ഉരളി വെച്ചിട്ട് കുത്തുക, നല്ല വ്യായാമം. വെള്ളം കിണറ്റിൽ നിന്ന് ഇങ്ങനെ കോരിയെടുക്കുക, ഒരു പരിധിവരെ വിറക് കീറുക, തുണിയെല്ലാം നനച്ചിടുക, ഇതൊക്കെ നല്ല വ്യായാമം കിട്ടുന്നുണ്ട്. ആരോഗ്യം, പ്രസവം എന്ന് പറയുന്ന ഫെർട്ടിലിറ്റി എന്ന് പറയുന്നതും ഒരു പ്രശ്നമല്ല. സുഖപ്രസവം, ഒരു പ്രശ്നവുമില്ലാതെ പ്രസവം കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ അവർ ജോലിക്ക് പോകും. പ്രസവം കഴിഞ്ഞാൽ തന്നെ കൊയ്യാൻ പോയിട്ടുള്ള സ്ത്രീ തൊഴിലാളികളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്ര ശക്തിയുണ്ട്. നമ്മൾ ആ ശക്തി ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. നമ്മുടെ ഇപ്പോൾ ഏകദേശം ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ്. അതിൻ്റെ പരമായിട്ട് ആരോഗ്യം പോകും. ഈ ആരോഗ്യം പോകുന്നതിൻ്റെ ഫലമായിട്ട് ഈസ്ട്രജൻ്റെ ഉൽപ്പാദനം കുറയുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ശാസ്ത്രീയമായിട്ട് അതിൻ്റെ തെളിവില്ല. പക്ഷേ ഈസ്ട്രജൻ കുറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഒരു 40s ആകുമ്പോഴത്തേക്കും നമ്മൾക്ക് സ്ത്രീകൾക്കുണ്ടാകുന്ന മെനോപോസ് എന്ന് പറയും. പക്ഷേ പുരുഷനുണ്ടായ ആൻഡ്രോപോസ് എന്ന് പറയുന്നത് 80 വയസ്സ്. അപ്പോഴാണ് ആൻഡ്രോപോസ് സംഭവിക്കുക. 80 വയസ്സ് 65 വയസ്സിലൊക്കെ അവൻ വളരെ ആക്റ്റീവാണ്. അപ്പോൾ ഇത് തമ്മിലൊരു ചേർച്ചയില്ലായ്മയുണ്ട്. അങ്ങനെയാണ് ഒരു വലിയ പേര് ഞാൻ പറയുന്നത് രാഷ്ട്രീയ നേതാവിന് അദ്ദേഹത്തിനെ വളരെ ഒരു സ്ത്രീയോടൊപ്പം നാട്ടുകാർ കൂടി പിടിക്കുകയും ഇങ്ങനെ ഇപ്പോൾ അദ്ദേഹം ഒരു MP ആണ്, അതുകൊണ്ട് പേര് തല കുമ്പിട്ടിരിക്കുകയോ അയ്യോ പിടിക്കപ്പെട്ടല്ലോ എന്ന് വിചാരിച്ചാൽ അങ്ങനെ ഒരു വൈരുദ്ധ്യം ഇതിനകത്ത് നിലനിൽപ്പുണ്ട്. അപ്പോൾ അതിനെയും എങ്ങനെയെങ്കിലുമൊക്കെ അഡ്രസ്സ് ചെയ്യേണ്ട പ്രശ്നങ്ങളാണ്. എനിക്ക് തോന്നുന്നത് സ്ത്രീകൾ കുറച്ചുകൂടെ വ്യായാമമൊക്കെ ചെയ്ത് ആരോഗ്യമുള്ളവരായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവർക്കും ഈ തരത്തിലുള്ള ഈസ്ട്രജൻ്റെ ഉൽപ്പാദനം വളരെ പ്രധാനപ്പെട്ടാണ്. രോഗങ്ങളിൽ നിന്ന് അവരെ മാറ്റി നിർത്തുന്നത്, പ്രധാനപ്പെട്ട രോഗങ്ങൾ, ക്യാൻസർ പോലുള്ള രോഗങ്ങളിൽ നിന്ന് വരെ മാറ്റി നിർത്തുന്നതും ഈസ്ട്രജനാണ്. ആ ഈസ്ട്രജൻ്റെ ഉൽപ്പാദനം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള വ്യായാമങ്ങളിൽ നമ്മുടെ സ്ത്രീകൾ ഏർപ്പെടണം. അതുപോലെ തന്നെ നമ്മുടെ വിവാഹം ഒരു നിയമമായിട്ട്, അലിഖിത നിയമമായിട്ട് വെച്ചിട്ടുള്ളതുപോലെ പുരുഷൻ എപ്പോഴും പ്രായം കൂടുതലായിരിക്കണം, കല്യാണം കഴിക്കുമ്പോൾ സ്ത്രീ പ്രായക്കുറവുമായിരിക്കണം, ആ വ്യത്യാസം ഉണ്ടാവണം. പിന്നെ 30 വയസ്സിന് മുമ്പ് തന്നെ പ്രസവം കഴിയണം. 30 വയസ്സിന് ശേഷം പ്രസവിക്കുമ്പോഴാണ് ഇത് കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നത്. നമ്മുടെ ശരീരം നമുക്ക് അപ്പോൾ പിന്നെ പതുക്കെ അതിൻ്റെ ശക്തി, മസിൽസിൻ്റെ പവറൊക്കെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ കുറച്ചുകൂടെ, അതുപോലെ തന്നെ കുറച്ചുകൂടെ ആക്റ്റീവായിട്ടുള്ള ലൈഫിൽ നയിക്കുകയാണെങ്കിൽ സ്ത്രീകൾക്കും അവരുടെ ഈ പറയുന്ന താങ്കൾ പറഞ്ഞ അസുഖമുണ്ടല്ലോ മധുവിധു എന്ന് പറയുന്നത് കുറേ കാലം കൂടി നീട്ടിക്കൊണ്ടുവരും. തോന്നുന്നു പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ മധുവിധി ആക്കാനൊന്നും പറ്റുകയില്ല. എങ്കിലും അവൻ്റെ ആ പീരീഡ് ഒറ്റ പ്രസവത്തിൽ തീരാതെ കുറച്ചുകൂടി നീട്ടിക്കൊണ്ടു പോകാൻ കഴിയും. ഈ കാര്യത്തിൽ ശരിയായിട്ട് ഉത്തരം പറയേണ്ടത് നമ്മുടെ ഡോക്ടർമാരാണ്, അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാരാണ്. അങ്ങനെ പറ്റും. അങ്ങനെ വരുമ്പോൾ ഇവർ തമ്മിലുള്ള, നിങ്ങൾ ഈ ഉത്തരം തന്നെയാണോ ഉദ്ദേശിച്ചത്? ആ ഡിഫറൻസ് ഇല്ലാതാക്കി കൊണ്ടുവരികയും അപ്പോൾ സ്ത്രീ പുരുഷ ബന്ധങ്ങളിലുള്ള ഈ ഒരു വൈരുദ്ധ്യം നമുക്കില്ലാതാക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ പരസ്ത്രീ ബന്ധം അല്ലെങ്കിൽ പരസ്ത്രീ ഗമനം, അതുപോലെ ജാരബന്ധം, ഇതൊക്കെ വൈകാരികമായിട്ടൊരു നിമിഷത്തെ സംതൃപ്തി നൽകുമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ അത് വലിയ പ്രതിസന്ധികൾ നമ്മളുടെ ജീവിതത്തിന് ഉണ്ടാക്കും എന്ന് തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ അത് നമ്മുടെ കുട്ടികൾ തന്നെ ചിലപ്പോൾ ചോദ്യം ചെയ്യുകയും നമ്മളോട് ബഹുമാനക്കുറവ് ഉണ്ടാവുകയും സമൂഹത്തിൽ തന്നെ നമ്മൾ പരിഹാസപാത്രമായി തീരുകയും ചെയ്യുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ നമുക്ക് അവസ്ഥ. നാളെ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കാം.